യുദ്ധം തീരുന്നു, ലോകത്തിലേക്ക് സമാധാനം തിരിച്ചു വരുന്നു. നെതന്യാഹു ഇനിയും യുദ്ധം തുടരാനുള്ള തന്ത്രങ്ങൾ മെനയുകയാണ്. നെതന്യാഹുവിന് താക്കീതുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. 107 ദിവസത്തിന് ശേഷം അമേരിക്ക തോറ്റുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിന്റെ അവസാനത്തിലേക്ക് ഏതാനും മണിക്കൂറുകൾക്കോ അല്ലെങ്കിൽ ദിവസങ്ങൾക്കോ ഉള്ളിൽ ഒരു ഫൈനൽ ഡീൽ സൈൻ ചെയ്യുമെന്നും അതിന്റെ ഫ്രെയിംവർക്ക് ആയെന്നുമാണ് അമേരിക്കയും ഇറാനും അറിയിക്കുന്നത്. പക്ഷേ ഇപ്പോഴും യുദ്ധം എങ്ങനെയെങ്കിലും തുടരാൻ വിഷയങ്ങൾ കുത്തിപ്പൊക്കുന്ന നെതന്യാഹുവിനെ നമുക്ക് കാണാം. അങ്ങനെയാണ് ലെബനനിലെ ആക്രമണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യമായിട്ട് ഡൊണാൾഡ് ട്രംപ് ഒരു സത്യവും പറഞ്ഞു. ആ സത്യവും നമുക്ക് കേൾക്കാം. സാധാരണ ട്രൂത്ത് സോഷ്യലിൽ അദ്ദേഹം എഴുതുന്നതെല്ലാം കള്ളങ്ങളാണെന്ന് അദ്ദേഹത്തിന്റെ സപ്പോർട്ടേഴ്സിന് പോലും അറിയാം. പക്ഷേ ഡീറ്റെയിൽസിലേക്ക് നോക്കി ഒരു സത്യം അദ്ദേഹം പറയുകയും ചെയ്തു. അതും നമുക്ക് വായിക്കാം. എന്തായാലും യുദ്ധം തീരുന്നു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. യുദ്ധം തീരാനാണ് ലോകം ഇതേവരെ കാത്തിരുന്നത്. കഴിഞ്ഞ 107 ദിവസങ്ങളായി ഒരാവശ്യവുമില്ലാത്ത ഒരു ഗുണവുമില്ലാത്ത ഈ യുദ്ധം, അതായത് ഈ യുദ്ധം അമേരിക്കയ്ക്ക് വേണ്ടിയല്ല, ഈ യുദ്ധം ഇസ്രായേലിന് വേണ്ടി പോലുമല്ല, ഈ യുദ്ധം നെതന്യാഹു ജയിലിൽ പോകാതിരിക്കാൻ വേണ്ടിയാണ്. അതായത് നെതന്യാഹുവിനെതിരെ അഴിമതി ആരോപണങ്ങളും കറപ്ഷനും മറ്റുമുണ്ട്. നെതന്യാഹുവും അദ്ദേഹത്തിന്റെ തീവ്ര വലത് ഗവൺമെന്റും യുദ്ധത്തിന്റെ പേരിലാണ് പിടിച്ചു നിൽക്കുന്നത്. യുദ്ധം കഴിഞ്ഞു കഴിഞ്ഞാൽ അന്താരാഷ്ട്ര തലത്തിൽ വലിയ സ്റ്റേച്ചറും കണക്ഷൻസും ഉള്ള നെതന്യാഹു മാറുകയും നെതന്യാഹു മാറിക്കഴിഞ്ഞാൽ നെതന്യാഹു ജയിലിൽ പോകേണ്ട അവസ്ഥയുണ്ടാകും. ഇത് പറയുന്നത് കമ്മ്യൂണിസ്റ്റുകാരോ മുസ്ലിങ്ങളോ ഇസ്രായേലിന്റെ ശത്രുക്കളോ ഒന്നുമല്ല. അമേരിക്കയുടെ ഏറ്റവും വലിയ സപ്പോർട്ടറായ അമേരിക്കയിൽ ഇസ്രായേലിന്റെ ഏറ്റവും വലിയ സപ്പോർട്ടറായ ജോ ബൈഡനും അമേരിക്കയുടെ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപുമാണ്. അതായത് 2 അമേരിക്കൻ പ്രസിഡന്റുമാരാണ് പറയുന്നത് നെതന്യാഹു ജയിലിൽ പോകാതിരിക്കാൻ വേണ്ടിയുള്ള ഉഡായിപ്പ് നമ്പറുകളാണ് യഥാർത്ഥത്തിൽ ഈ യുദ്ധമെന്ന്. അത് മുമ്പ് ജോ ബൈഡൻ പറഞ്ഞിരുന്നു. ട്രംപ് അത്രയും പറയാൻ ധൈര്യം കാണിച്ചിരുന്നില്ല. അവസാനം സഹികെട്ട്, നെതന്യാഹുവിന്റെ യുദ്ധക്കൊതിയിൽ സഹികെട്ട് അദ്ദേഹം ഫോണിൽ വാക്കടക്കം ഉപയോഗിച്ച് നിനക്ക് മുഴുത്ത ഭ്രാന്താടാ, ഞാനില്ലായിരുന്നെങ്കിൽ നീ ജയിലിൽ പോകുമായിരുന്നു പറഞ്ഞു. ഇനി ഇത് ദ ഹിന്ദു അടക്കമുള്ള പത്രങ്ങളിൽ കൊടുത്തിരിക്കുന്ന വാർത്തയാണ്. ട്രംപ് വാൺസ് ഇസ്രായേൽ ആൻഡ് ഇറാൻ നോട്ട് ടു ബ്ലോ ഇറ്റ് ആഫ്റ്റർ ന്യൂ സ്ട്രൈക്സ്. അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ വീണ്ടും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്ട്രൈക്ക് ചെയ്തിരുന്നു. ട്രംപ് ബെഞ്ചമിൻ നെതന്യാഹുവിനെ സ്റ്റോപ്പ് ഹിറ്റിംഗ് ലെബനൻ വൈൽ ഡീൽ ഈസ് നിയർ എന്ന് പറയുകയും ചെയ്തു. ഇനിയും ട്രംപിന്റെ ട്രൂത്ത് സോഷ്യലിലെ പോസ്റ്റ് വായിക്കാം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് വായിക്കാറുണ്ട്. കള്ളങ്ങളാണെന്ന്, അതായത് അത് ഡൊണാൾഡ് ട്രംപ് എന്ന അമേരിക്കൻ പ്രസിഡന്റിനോട് ഒരു ബഹുമാനക്കുറവും കൊണ്ട് പറയുന്നതല്ല. ട്രംപ് സത്യം പറയുന്ന ഒരു വ്യക്തിയല്ല, പക്ഷേ ട്രംപ് നിരന്തരം കള്ളങ്ങൾ പറയുന്ന വ്യക്തിയാണ്. കള്ളങ്ങൾ പറയുന്ന ട്രംപ് അവസാനമായിട്ട് ആത്യന്തികമായിട്ട് ഒരു സത്യം പറഞ്ഞു എന്നുള്ളതും, അതും ഡീറ്റെയിൽസ് ഉള്ള ഒരു സത്യം പറഞ്ഞു എന്നുള്ളതും ആശ്വാസകരമാണ്. ഇത് ട്രംപിന്റെ ട്രൂത്ത് സോഷ്യലിലെ ട്വീറ്റാണ്. ഇത് ലെബനനിലെ ഹിസബുള്ളക്കെതിരെയുള്ള ആക്രമണത്തിനെ കുറിച്ച് ട്രംപ് പറയുന്നതാണ്. ഇന്നത്തെ രാവിലത്തെ ദിസ് മോർണിംഗ് അറ്റാക്ക് ഓൺ ബെയ്റൂട്ട് ഷുഡ് നോട്ട് ഹാവ് ഹാപ്പൻഡ്. ഇന്ന് രാവിലെ ബെയ്റൂട്ടിൽ നടന്ന ആക്രമണം, ഇസ്രായേലിന്റെ ആക്രമണം നടത്തരുതാത്തതായിരുന്നു. particularly on a special day when we are so close to a peace deal with Iran. ഇറാനുമായിട്ട് സമാധാന ഉടമ്പടി സംഭവിക്കാൻ പോകുന്ന ദിവസം അല്ലെങ്കിൽ അതിനോട് അടുത്ത ദിവസങ്ങളിൽ ഇത് ചെയ്യാൻ പാടില്ലായിരുന്നു. അടുത്തത്, ഇസ്രായേൽ ഹാസ് ദി റൈറ്റ് ടു ഡിഫെൻഡ് ഇറ്റ്സെൽഫ് അഗൈൻസ്റ്റ് ത്രെറ്റ്. ഇസ്രായേലിന് അവർക്കെതിരെ വരുന്ന ത്രെറ്റുകൾക്കെതിരെ ഡിഫെൻഡ് ചെയ്യാൻ അവകാശമുണ്ട്. പക്ഷേ the attack it was responding to was very small and meaningless. അതായത് ഇത് പറയുന്നത് അമേരിക്കൻ പ്രസിഡന്റാണ്. അതായത് ഒരു യുദ്ധം തുടങ്ങുമ്പം ഒരുപാട് എന്താ പറയുക തിയേറ്റേഴ്സ് ഓഫ് വാർ കാണും. ആ ഒരുപാട് തിയേറ്റേഴ്സ് ഓഫ് വാറിൽ 2 ചെറിയ ഡ്രോണുകൾ, ആ ഡ്രോണുകളുടെ അറ്റാക്കിനോടായിരുന്നു ഇസ്രായേൽ റെസ്പോണ്ട് ചെയ്തിരുന്നത്. അതായത് ആ അറ്റാക്കിൽ ആരും മരിച്ചില്ല, ആരും ഹേർട്ടായില്ല, ആരും ഇഞ്ചേർഡ് ആയില്ല. പക്ഷേ ഇസ്രായേൽ അതൊരു അല്ലെങ്കിൽ നെതന്യാഹു അതൊരു എക്സ്ക്യൂസായി എടുത്തുകൊണ്ട്, ഒഴിവ് കഴിവായി എടുത്തുകൊണ്ട് ഒരു വലിയ ആക്രമണം നടത്തി. We are very close to a deal that will bring peace to the region. നമ്മൾ ഒരു ഡീലിനോട് വളരെ ക്ലോസ് ആണ്. അത് ഈ മേഖലയിൽ ശാന്തി, സമാധാനം കൊണ്ടുവരും. ഇൻക്ലൂഡിംഗ് ടു ലെബനൻ ആൻഡ് ഓൾ സൈഡ് ഷുഡ് സ്റ്റാൻഡ് ഔട്ട്. എല്ലാവരും, ഇസ്രായേലും ഇറാനും ലെബനനും ഹിസബുള്ളയും ഹമാസും എല്ലാവരും സ്റ്റാൻഡ് ഡൗൺ ചെയ്യണം. There should not be no more attacks by Israel anywhere in Lebanon. ലെബനനിൽ ഇസ്രായേലിന്റെ യാതൊരു അറ്റാക്സും ഉണ്ടാകാൻ പാടില്ല. തിരിച്ചും ഹെസബുള്ളയ്ക്ക് ഇസ്രായേലിന് മേലും അറ്റാക്ക് ഉണ്ടാകാൻ പാടില്ല. ദിസ് കുഡ് ബി ദ ബിഗിനിങ് ഓഫ് എ ലോങ് ആൻഡ് ബ്യൂട്ടിഫുൾ പീസ്. ലെറ്റ് us not blow it.
ഇതാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. അതായത് നെതന്യാഹു ഒരു ട്രിഗർ ഹാപ്പിയായ യുദ്ധക്കൊതിയനായ വ്യക്തിയാണ്. ഞാൻ ഇസ്രായേലിൽ ചെന്ന് ഇസ്രായേൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരോട് സംസാരിച്ചപ്പോൾ അവർ പോലും പ്രൈവറ്റ്ലി അംഗീകരിക്കുന്ന കാര്യങ്ങളിലൊന്നാണ് ഇസ്രായേൽ എന്ന രാജ്യത്തെ വീണ്ടും യുദ്ധക്കൊതിയിലേക്ക് കൊണ്ടുപോയി സമാധാനം ഇല്ലാതാക്കാൻ നെതന്യാഹു നടത്തുന്ന നമ്പറുകളാണിത്. ലോകത്ത് നെതന്യാഹുവിനെ ആ രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നത് തീവ്ര ഹിന്ദുത്വവാദികളും തീവ്ര ക്രിസംഗികളും യുദ്ധക്കൊതിയന്മാരും മാത്രമാണ്. ലോകത്തിൽ ബാക്കി എല്ലാ ആൾക്കാരും സമാധാനത്തോടൊപ്പമാണ്. ക്രിസ്ത്യൻഡം, ലോക ക്രിസ്ത്യൻ സമൂഹത്തിലെ ഏറ്റവും പ്രധാന ആത്മീയ നേതാവായ പോപ്പ് അടക്കം ഇറാനെ സപ്പോർട്ട് ചെയ്യാൻ വന്നത് അത് ക്രിസ്ത്യാനിറ്റിയുടെ മഹത്വമാണ്, യേശു ക്രിസ്തുവിന്റെ മഹത്വമാണ്, ക്രിസ്ത്യൻ മുസ്ലിം സാഹോദര്യത്തിന്റെ വലിയ ലക്ഷണമാണ്. കാര്യം ഈ യുദ്ധക്കൊതിയന്മാർ യേശുവിനെ, മതത്തെ, വിശ്വാസത്തെ എല്ലാം ദുരുപയോഗം ചെയ്ത് ലോകത്ത് അശാന്തി ഉണ്ടാക്കാനും യുദ്ധത്തിലൂടെ ലാഭം ഉണ്ടാക്കാനാണ് നോക്കുന്നത്. നമ്മുടെ നാട്ടിൽ ശ്രീരാമനെ മിസ്യൂസ് ചെയ്യുന്നത് പോലെ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ അള്ളാഹുവിന്റെ പേര് മിസ്യൂസ് ചെയ്യുന്നത് പോലെ തീവ്ര ക്രിസംഗികൾ, തീവ്ര ക്രിസ്ത്യൻ വലതുപക്ഷവാദികൾ യേശുക്രിസ്തുവിന്റെയും ബൈബിളിനെയും ഒക്കെ മിസ്കോട്ട് ചെയ്തുകൊണ്ട് ഈ യുദ്ധങ്ങളിലൂടെ ലാഭമുണ്ടാക്കാൻ നോക്കുക. ലക്ഷക്കണക്കിന് കോടി രൂപയാണ് അമേരിക്കയ്ക്ക് ഇത്രയും ദിവസങ്ങളിൽ നഷ്ടമായത്. അമേരിക്കയിലെ സാധാരണക്കാരന് ഉപയോഗിക്കേണ്ട പണമാണ്. അമേരിക്കയിലെ സാധാരണക്കാരന്റെ ആരോഗ്യം, വീട്, ഇൻഷുറൻസ്, അവന്റെ വിദ്യാഭ്യാസം തുടങ്ങിയ കാര്യങ്ങളിൽ ചെലവഴിക്കാനുള്ള കാശ് മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സിന് കളഞ്ഞ ഒരു യുദ്ധം മാത്രമാണ്. എന്തായാലും നെതന്യാഹുവിന് ശക്തമായ താക്കീതുമായി ട്രംപ് വരുന്നു. ഏതാനും മണിക്കൂറുകളിൽ പോലും ഒരു മനോഹരമായ പീസ് പ്രോസസ് ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് ലോകം. ആ പ്രതീക്ഷയിലൂടെ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയട്ടെ. ലോകത്ത് സമാധാനം ഉണ്ടാകട്ടെ, യുദ്ധക്കൊതിയന്മാരില്ലാതാകട്ടെ, ഇസ്രായേൽ നിലനിൽക്കണം, പാലസ്തീൻ നിലനിൽക്കണം, ഇറാൻ നിലനിൽക്കണം, അമേരിക്ക നിലനിൽക്കണം, ഇന്ത്യ നിലനിൽക്കണം, ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും സമാധാനത്തോടെ നിലനിൽക്കണം. പക്ഷേ യുദ്ധക്കൊതിയന്മാർ സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടി, സ്വന്തം രാഷ്ട്രീയ അധികാര അവകാശങ്ങൾക്ക് വേണ്ടി മതത്തെയും വിശ്വാസത്തെയും ദൈവത്തെയും ദുരുപയോഗം ചെയ്ത് നടത്തുന്ന ഈ യുദ്ധങ്ങൾ ഇല്ലാതാകണം. എന്തായാലും സമാധാനത്തിലേക്ക് ലോകം പോകട്ടെ. മഹാത്മാഗാന്ധി പറയുന്നത് പോലെ സമാധാനത്തിലേക്കൊരു പാതയില്ല, സമാധാനമാണ് പാത. സമാധാനത്തിലേക്കൊരു പാതയില്ല, സമാധാനമാണ് പാത എന്ന ഗാന്ധിയൻ തിരിച്ചറിവ് ലോകത്തിനുണ്ടാകട്ടെ.